5 മാസം കഴിഞ്ഞിട്ടാ മൗലവിയുടെ വരിക. മൗലവിയുടെ വരിക 5 മാസം കഴിഞ്ഞിട്ടാ. അതാദ്യം ഒന്ന് കേട്ടോളി, എന്താ പറയണ? 5 മാസം കഴിഞ്ഞിട്ടാ വരിക. മൗലവിന്റെ ഒരു തന്ത്രം കേൾക്കണം നിങ്ങൾക്ക്. ഞാൻ പ്രസംഗിച്ചിട്ട് 5 മാസം 6 മാസം കഴിഞ്ഞിട്ടാ മൂപ്പര് വരുന്നത്. അതെന്തേ? എന്റെ ഒരു ഉർക്ക് 5 മാസത്തേക്ക് അടക്കം കെട്ടല. ഒരു ഉർക്ക് കെട്ടിയാൽ ഒരു 5 മാസം. അതെന്തിനാ നിങ്ങൾക്ക് മനസ്സിലായോ? പറഞ്ഞുതരാ. ഞാൻ പറഞ്ഞ ജനങ്ങൾ മറക്കണോ? ഞാൻ എന്താ പറഞ്ഞതെന്ന് മറന്നിട്ട് വേണം മൂപ്പരിക്ക് പറയാൻ. എന്നാല് അങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ ആൾക്കാർക്ക് എനിക്ക് ഓർമ്മ ഉണ്ടാകുന്നത്. അതിനു വേണ്ടിയാണ് പിന്തി വരുന്നത്. ഞാൻ പറഞ്ഞ മൂപ്പരെന്താ പറഞ്ഞത് ഞാൻ മറക്കാൻ ഇരിക്കും ഉറുക്കിട്ടെ. നിങ്ങൾ ആ ഉറുക്ക് അവിടെ വെച്ചല്ലേ. നിങ്ങൾ പറഞ്ഞതൊക്കെ ഓരോന്നും മറക്കാതെ നമ്മളെ കയ്യിലുണ്ട്. മൂപ്പര് പറഞ്ഞത് മറക്കാൻ വേണ്ടിയിട്ട് എത്ര ഇവിടെ ഉറുക്ക് കെട്ടുന്നത്. നിങ്ങൾ ഉറുക്ക് കെട്ടുക. നിങ്ങൾ എന്നാ അവിടെ പ്രസംഗിച്ചിട്ട് എന്നാ നിങ്ങളെ സീഡ് ഇപ്പോഴും ഇറങ്ങിയണോ? സീഡ് ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല. ഇപ്പോഴും ഇങ്ങനെ ഇറങ്ങി തുടങ്ങിയാണ് ഓരോന്ന്. ഇപ്പൊ ഇതേതാ സിറാജില് 2007 ഡിസംബർ 17 കാണുന്നു. സലഫിക്ക് മറുപടി നാദാപുരം 4-ാം ഖണ്ഡനം 5-ാം ഭാഗം സീഡിയും പുറത്തിറങ്ങിയപ്പോ ഇപ്പൊ 2 ആഴ്ച മുമ്പ് ഇപ്പോഴും ഇങ്ങനെ ഇറങ്ങിയാണ്. നിങ്ങളൊന്ന് തീർത്തിട്ട് വേണ്ട ഇങ്ങോട്ട് വരാൻ. എന്റെ അടുത്തും ചോദിച്ചു ഇത് എന്തോടോ ഹോസ്പിറ്റലിൽ വരാൻ വൈകി. വീണ് കിട്ടണ്ടേ അച്ഛൻ, വീണ് കിട്ടണ്ടേ വരണമെങ്കിൽ. നിങ്ങളിത് പറഞ്ഞോ? ഇതിനാ ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞത്. നിങ്ങൾക്ക് എന്താ ഇതിൽ ഇത്ര വലിയ താല്പര്യം? ഞാൻ നിങ്ങളോട് ചോദിച്ചില്ലേ? സക്കരിയ സലാഹി ഇരുമ്പുഴിയിൽ നിങ്ങളെ വെല്ലുവിളിച്ച് എത്ര തവണ വെല്ലുവിളിച്ചിട്ട് ആ പ്രസംഗത്തിൽ വെല്ലുവിളികളുണ്ട്. നിങ്ങൾ എന്താ വഴിക്ക് പോകാത്തത്? പോകുന്നില്ലല്ലോ. അനസ് മുസ്ലിയാർ വിളിക്കുന്നു, നിങ്ങൾ പോകുന്നില്ലല്ലോ. ഏതൊക്കെ സ്ഥലങ്ങളിൽ നിങ്ങൾ എവിടെ പ്രസംഗിച്ചോ അവിടെ നമ്മളെ ആളുകൾ മറുപടി പറയാൻ തയ്യാറ്. ഇത് നമ്മളിങ്ങനെ അവിടുന്ന് വരാൻ കുറച്ചിങ്ങനെ താമസമുണ്ട് കാണുമ്പോൾ പറയണ്ടോ, ഷാറാണ് വരുന്നില്ല എന്നിങ്ങനെ പറയാ. അതിങ്ങനെ സമാധാനിക്കുക. സഹോദരന്മാരെ, നിങ്ങൾ പറഞ്ഞത് മറക്കാൻ വേണ്ടിയിട്ട് ഉറുക്ക് കെട്ടണ്ട. എല്ലാം CD-യിലുണ്ടല്ലോ. ആധുനിക യുഗല്ലേ, ആരും മറക്കൂല. വേണ്ടി വന്ന് പിന്നെയും ഒക്കെ കേട്ടാൽ എല്ലാ ആളുകൾക്കും മനസ്സിലാവുകയും ചെയ്യും. അത്രേ അതിനെ സംബന്ധിച്ച് പറയുന്നുള്ളൂ. ആ വക ബഡായി ഒന്നും ഇങ്ങനെ പറഞ്ഞിട്ട് കൂടുതൽ ഇങ്ങനെ ആവേശം കൊള്ളിക്കണ്ട. ഇത് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തേണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിനെ സംബന്ധിച്ച് നിങ്ങൾ പറയുക. നമ്മളിവിടെ വിശദീകരിച്ചു. ഗൈബിന്റെ കാര്യം എന്ന് പറഞ്ഞിരുന്നു. എന്താ ഗൈബിന്റെ കാര്യം പറഞ്ഞത്? ഗൈബ് എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് അറിയുന്നവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഗൈബ് അറിയുന്നവൻ.